1947 ഏപ്രിൽ മാസത്തിലാണെന്നാണ് എന്റെ ഓർമ്മ. പിന്നെ പാറ്റ്ന എന്ന് പറയുന്ന ബീഹാറിലെ പാറ്റ്ന എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി പങ്കെടുത്തു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ആ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോ അദ്ദേഹത്തോട് ചില ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ സമ്മേളനത്തിൽ പങ്കെടുത്തത്? നിങ്ങൾ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഈ മതസംഘടനയുടെ, മുസ്ലിം മതസംഘടനയുടെ സമ്മേളനത്തിൽ നിങ്ങൾ എന്തിനാണ് പങ്കെടുത്തത്? ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ കുറിച്ച് ഇത്തരമൊരു ചോദ്യം ചോദിച്ചപ്പോ പിറ്റേ ദിവസം പത്രങ്ങളിൽ അദ്ദേഹം വലിയ ഒരു കുറിപ്പ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ നയം വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കഴിഞ്ഞ ദിവസം ജമാഅത്തെ ഇസ്ലാമിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതൊരു പറ്റം സാധുക്കളുടെ സമ്മേളനമാണ്. സാധുക്കൾ എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്ന സാധുക്കളല്ല, മറിച്ച് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന്റെ സമ്മേളനം. ആ സമ്മേളനത്തിലേക്ക് ഇനിയും അവർ എന്നെ ക്ഷണിച്ചു കഴിഞ്ഞാൽ കാൽനടയായിട്ടാണ് ആ സമ്മേളനത്തിൽ പോകേണ്ടതെങ്കിൽ കാൽനടയായിട്ടെങ്കിലും ആ സമ്മേളനത്തിൽ ഇനിയും ഞാൻ പങ്കെടുക്കുമെന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുണ്ടെങ്കിൽ AKG സെന്ററിൽ നിന്ന് ലഭ്യമാകുന്ന സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലല്ല ജമാഅത്തെ ഇസ്ലാമി ഇവിടെ പ്രവർത്തിക്കുന്നത്. പിണറായി വിജയന്റെയും ഗോവിന്ദൻ മാഷിന്റെയും സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ആ തിട്ടൂരത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഈ പ്രസ്ഥാനമെന്ന് അതിന്റെ പാരമ്പര്യവും അതിന്റെ വർത്തമാനവും നിരന്തരമായി അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും ജമാഅത്തെ ഇസ്ലാമിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിലുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തിക്കുന്നത്, മറിച്ച് ഈ രാജ്യത്ത് സുതാര്യമായ പ്രവർത്തനങ്ങളുടെ പാരമ്പര്യമാണ് അതിനുള്ളത്. കാരണം അതൊരു ആദർശ പ്രസ്ഥാനമാണ്. ആ ആദർശം എന്ന് പറയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്ന ആദർശം. ആ ആദർശം പ്രവാചകന്മാരിലൂടെ ഈ ലോകത്ത് പരിചയപ്പെടുത്തപ്പെട്ട ആദർശത്തിന്റെ പേരാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ എന്ന വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ വേദഗ്രന്ഥത്തിലൂടെ പ്രവാചകന്മാർക്ക് നൽകിയ വഹീനെ കുറിച്ച് പറയുന്നത് ദൈവം പടച്ചതമ്പുരാൻ മാത്രം ഇലാഹ്. ആ ഇലാഹിന്റെ ദൈവീകതയെ അംഗീകരിച്ചുകൊണ്ട് മനുഷ്യ സമൂഹം ഇവിടെ ജീവിക്കണമെന്ന് ആഹ്വാനം ചെയ്യാൻ വേണ്ടിയാണ് ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും ഇവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ആദർശത്തിന്റെ പേരല്ല. ഈ ലോകത്ത് മനുഷ്യന്റെ ജീവിതത്തെ സാമുദായികമായി ധ്രുവീകരിക്കുന്ന ഒരാദർശത്തിന്റെ പേരല്ല. ആ ആദർശം എന്ന് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കേണ്ട നീതിയെ ഇല്ലാതാക്കുന്ന ആദർശത്തിന്റെ പേരല്ല, മറിച്ച് നീതിയുടെയും ധർമ്മത്തിന്റെയും മൂല്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ജീവിതം യഥാവിധി കെട്ടിപ്പടുത്തുകൊണ്ട് ഏതു കാലഘട്ടത്തിലും മനുഷ്യ സമൂഹത്തിന് മുന്നോട്ടു പോകാൻ കഴിയുന്ന ഒരാദർശത്തിന്റെ പേരാണ് ഇതെന്ന് വേദഗ്രന്ഥങ്ങളിലൂടെ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് തെളിയിക്കപ്പെട്ട ഒന്നാണെങ്കിൽ ആ ആദർശത്തിന്റെ പിൻബലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഈ രാജ്യത്തെ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ആദർശത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ച പ്രവാചകന്മാരുടെ പാരമ്പര്യവും പ്രവാചകന്മാരുടെ മാതൃകയും മുന്നിൽ വെച്ചുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ പ്രവർത്തനങ്ങളുടെ നാൾവഴികളിലൂടെ മുന്നോട്ട് പോയിട്ടുള്ളത് എന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പിണറായി വിജയൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പിന്നെ പുസ്തക പ്രകാശനത്തിന്റെ ചടങ്ങ്, നേരത്തെ ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ജയരാജന്റെ പുസ്തകത്തെ കുറിച്ച്. ആ ജയരാജന്റെ പുസ്തകത്തിന്റെ പ്രകാശനവേളയിൽ പിണറായി വിജയൻ ആ പ്രകാശനം നടത്തിയ പ്രസംഗം നമുക്ക് കേൾക്കാൻ സാധിച്ചതാ. നമ്മളെല്ലാവരും അത് കേട്ടിട്ടുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാര് ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. ഖലീഫമാരുടെ കാലഘട്ടത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ. ആരാണ് ഈ ഖലീഫമാർ എന്ന് പറഞ്ഞാൽ? ഖലീഫമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ രാജ്യത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സാധനമല്ലല്ലോ, മുസ്ലിം സമുദായത്തിന്റേത് പോലുമല്ല, മറിച്ച് ഈ ലോകത്ത് നന്മയും നീതിയും ധർമ്മവും ഒക്കെ ആഗ്രഹിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും അങ്ങേയറ്റം ആഗ്രഹിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിന്റെ പേരാണ് ഖലീഫമാർ. ആ ഖലീഫമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് പറയുന്ന 10 വർഷക്കാലം ഈ ലോകത്ത് നീതി എന്ന് പറയുന്ന 2 അക്ഷരത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഈ ലോകത്തിന്റെ മാതൃകാപരമായ ഭരണം കാഴ്ചവെച്ച ഭരണാധികാരി. ആ ഭരണാധികാരിയുടെ ഭരണത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി പറഞ്ഞത്, രാമരാജ്യത്തിന് വേണ്ടി നിരന്തരമായി വാദിച്ച അദ്ദേഹം പറയുന്നത്, ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ്.
ഇന്ത്യ രാജ്യത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് ഉമറിന്റെ ഭരണമാണ് എന്ന് ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് പറയുമ്പോ ആ ഉമർ ഉൾപ്പെടെയുള്ള ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർക്കാണ് ഖലീഫമാർ എന്ന് പറയുന്നതെങ്കിൽ ആ ഖലീഫമാരുടെ ഭരണം ഈ ലോകത്തിന് സമാധാനവും നീതിയും ധർമ്മവും മൂല്യവും സത്യവുമൊക്കെ നിരന്തരമായി നൽകിയ